അനധികൃത നിയമനം സംബന്ധിച്ച പ്രതിപക്ഷ നേതാവിന്റെ ആരോപണങ്ങൾക്ക് മുഖ്യമന്ത്രിയുടെ മറുപടി. നിയമനങ്ങളിൽ സുതാര്യത ഉറപ്പാക്കിയിട്ടുണ്ടെന്നും അനാവശ്യ വിവാദങ്ങൾ സംസ്ഥാനത്തിന്റെ വികസനത്തിന് തിരിച്ചടിയാകുമെന്നും മുഖ്യമന്ത്രി പറയുന്നു. വീഴ്ചകൾ ചൂണ്ടിക്കാട്ടുന്നതിനൊപ്പം വസ്തുതകൾ കൂടി മനസ്സിലാക്കണമെന്നും പ്രതിപക്ഷ നേതാവിനോട് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. വി അരുണാണ് ചേരുന്നത്. അരുൺ, എങ്ങനെയാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം? വിശദാംശങ്ങൾ എന്താണ്? ഗോപി, സംസ്ഥാനത്തെ സർക്കാർ, അർദ്ധ സർക്കാർ, പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ യാതൊരു മാനദണ്ഡങ്ങളും പാലിക്കാതെ അനധികൃത നിയമനങ്ങൾ നടക്കുന്നുവെന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം. PSC, എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് സംവിധാനങ്ങളെ മറികടന്ന് ആയിരക്കണക്കിന് ആളുകളെ ഈ സർക്കാരിന്റെ കാലയളവിൽ നിയമിച്ചുവെന്നും വ്യാജ വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ കൃത്രിമരേഖകളുടെ അടിസ്ഥാനത്തിലാണ് നിയമനമെന്നും പ്രതിപക്ഷം ആരോപിച്ചിരുന്നു. ഈ ആരോപണം ഉന്നയിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയിരുന്നു. അതിനുള്ള മറുപടിയാണ് ഇപ്പോൾ വിശദമായി തന്നെ മുഖ്യമന്ത്രി നൽകുന്നത്. ഈ സർക്കാരിന്റെ വ്യക്തമായ നിലപാട് നിയമന പ്രക്രിയയിൽ സുതാര്യത ഉണ്ടാകണം എന്ന് തന്നെയാണ്. PSC വഴിയുള്ള സുതാര്യമായ നിയമനങ്ങൾ നടത്താനുള്ള എല്ലാ നടപടികളും സർക്കാർ സ്വീകരിച്ചിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി പറയുന്നു. ഒഴിവുകൾ PSCക്ക് റിപ്പോർട്ട് ചെയ്യാനും അവ നികത്താനും സർക്കാർ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം നടന്ന PSC നിയമനങ്ങളുടെ കണക്കും മുഖ്യമന്ത്രി വിശദീകരിക്കുന്നു. ആരോഗ്യ മേഖല, വിദ്യാഭ്യാസ മേഖല, പോലീസ്, അങ്ങനെ ഓരോ മേഖലയും തിരിച്ചുകൊണ്ട് അതിന്റെ കണക്കുകൾ മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നു. അഭ്യസ്തരായ തൊഴിലന്വേഷകർക്ക് യോഗ്യതയ്ക്കനുസരിച്ചുള്ള നിയമനം ഉറപ്പാക്കുന്ന കാര്യത്തിൽ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. സർക്കാർ സ്ഥാപനങ്ങളിൽ സ്പെഷ്യൽ റൂൾ തയ്യാറാക്കാനുള്ള നടപടികളൊക്കെ സർക്കാർ കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകുന്നു. മറ്റ് ബോർഡ് കോർപ്പറേഷൻ നിയമനങ്ങളിലും PSCക്ക് വിട്ടുകഴിഞ്ഞു. വിടാനുള്ള നടപടികൾ സർക്കാർ ആരംഭിച്ചു കഴിഞ്ഞു. ഇതുവരെയും അത്തരത്തിൽ ചെയ്യാത്ത സ്ഥാപനങ്ങൾ എത്രയും വേഗം അത് പൂർത്തിയാക്കാൻ സർക്കാർ പറഞ്ഞിട്ടുണ്ട്. സംസ്ഥാന ബജറ്റിന്റെ ഭാഗമായി വിവരങ്ങളൊക്കെ പ്രതിപക്ഷത്തിന് ലഭിക്കുന്നതാണ്. LDF കാലത്ത് PSC നോക്കുകുത്തിയാക്കിയെന്ന ആരോപണം പൂർണ്ണമായും മുഖ്യമന്ത്രി തള്ളിക്കളയുന്നു. കൺസൾട്ടൻസി കരാർ നിയമനങ്ങളുടെ കാര്യത്തിലും മുഖ്യമന്ത്രി മറുപടി നൽകുന്നുണ്ട്. കരാർ കൺസൾട്ടൻസി നിയമനങ്ങൾ പരമാവധി 1 വർഷത്തേക്കാണ്. അത് ചില പ്രത്യേക സാഹചര്യങ്ങൾ അനിവാര്യവുമാണ്, ഒഴിച്ചുകൂടാൻ കഴിയാത്ത കാര്യമാണ്. പശ്ചാത്തല സൗകര്യ പ്രോജക്ടുകൾ, നൂതന സാങ്കേതിക വിദ്യയുടെ വിനിയോഗം തുടങ്ങിയ കാര്യങ്ങളിൽ അറിവും പ്രാവീണ്യവുമുള്ള ആളുകളുടെ സേവനം ആവശ്യമായി വരും. അപ്പോഴാണ് കൺസൾട്ടൻസി നിയമനങ്ങളിലേക്ക് പോകുന്നത്. അതിൽ സുതാര്യത ഉറപ്പാക്കാൻ സർക്കാർ ശ്രമിക്കാറുണ്ട്. അവ PSCക്ക് വിടേണ്ട നിയമനങ്ങളല്ല. PSCക്ക് നോട്ടിഫൈ ചെയ്ത തസ്തികകളും അക്കൂട്ടത്തിലില്ല. ആ കാര്യങ്ങളാണ് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടുന്നത്. ഇതിൽ നിന്ന് സുപ്രീം കോടതിയുടെ വിധിന്യായത്തിൽ പറഞ്ഞ കാര്യങ്ങളൊന്നും സർക്കാർ ലംഘിച്ചിട്ടില്ലെന്ന് മുഖ്യമന്ത്രി പറയുന്നു. ഈ സർക്കാരിന്റെ കൃത്യമായ നിലപാടുകൾ പറഞ്ഞുകൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവിന് മറുപടി നൽകുന്നത്. വിവാദങ്ങൾ, വസ്തുതകളെ തമസ്കരിക്കുന്ന സാഹചര്യം ഉണ്ടാകാൻ പാടില്ല. അത് സംസ്ഥാനത്തിന്റെ വികസന നയങ്ങൾക്ക് എതിരാകും, സംസ്ഥാനത്തിന്റെ വികസന മുന്നേറ്റങ്ങൾക്ക് എതിരാകും. അതുകൊണ്ട് ക്രിയാത്മകമായി വിമർശിക്കുന്നതിനോടൊപ്പം മേൽപ്പറഞ്ഞ വസ്തുത കൂടി മനസ്സിൽ വെക്കണമെന്ന് പ്രതിപക്ഷ നേതാവിനോട് അഭ്യർത്ഥിക്കുകയാണ് മുഖ്യമന്ത്രി ചെയ്യുന്നത്. നിയമനങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ ആരോപണങ്ങളെയും സർക്കാർ തള്ളിക്കളയുകയാണ്. കൺസൾട്ടൻസി നിയമനങ്ങൾ പൂർണ്ണമായി ഒഴിവാക്കാൻ കഴിയില്ല എന്ന മുഖ്യമന്ത്രി നിലപാടെടുക്കുന്നു. IT വകുപ്പിലാണ് കഴിഞ്ഞ കാലങ്ങളിൽ വളരെയധികം നിയമനങ്ങൾ, കൺസൾട്ടൻസി നിയമനങ്ങൾ, കരാർ നിയമനങ്ങളൊക്കെ നടന്നുവെന്ന ആക്ഷേപമുള്ളത്. അതെല്ലാം അന്വേഷിക്കാൻ ഇന്നലെ സർക്കാർ തീരുമാനമെടുത്തിരുന്നു. ധനകാര്യ പരിശോധന വിഭാഗത്തോട് IT വകുപ്പുമായി ബന്ധപ്പെട്ട് നടന്ന മുഴുവൻ നിയമനങ്ങളുടെയും കണക്കെടുക്കാനും അതിന്റെ വസ്തുത പരിശോധിക്കാൻ നിർദ്ദേശം നൽകിയിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവിന് ഇത്തരമൊരു കത്ത് മുഖ്യമന്ത്രി നൽകിയിരിക്കുന്നത്. ശരി അരുൺ. സ്വപ്നയുടെ